ഹായ് അസ്സാം വലൈക്കും സസ്രീകാൽ നമസ്തേ. വെൽക്കം ബാക്ക് മൈ ചാനൽ ഫൗസിക്ക് ദുനിയ. എന്തൊക്കെയാണ് വിശേഷം? സുഖമല്ലേ? ഇന്ന് ഞാനൊരു മഹാരാഷ്ട്രൻ ടൈപ്പ് ദാൽച്ച എന്ന് പറയും, ഒരു ബീഫ് കറിയാണ്. പക്ഷേ അതിൻ്റെ ദാൽച്ച എന്ന് പറയും. അതിൽ പരിപ്പും പിന്നെ കദ്ദുമൊക്കെ മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ്. സോ ഞാൻ ആദ്യം കുക്കർ വെച്ചു, അതിന് എണ്ണയിട്ട് അതിന് ശേഷം പിന്നെ കുറച്ച് ഉള്ളിയും പിന്നെ അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് ക്രഷ് ചെയ്തിട്ടു. അതിനുശേഷം പിന്നെ ബീഫ് ഇട്ടു, അതിനെ നന്നായി ഇളക്കി ഉപ്പിട്ടു. അതിനുശേഷം പിന്നെ ഇച്ചിരി തക്കാളി ഇട്ടു. അതിനെ പിന്നെ ഞാൻ അടച്ചു വെച്ചു ഒരു വേവുന്നത് വരെ. അതിനിടയിൽ ഞാൻ പരിപ്പും കദ്ദും കൂടെ വേവാൻ വേണ്ടി സൈഡിൽ ഞാൻ വെച്ചായിരുന്നു. പിന്നെ അതിനിടയിൽ ഇച്ചിരി ചിക്കൻ ഉണ്ടായിരുന്നു. ആ ചിക്കൻ ബ്രസ്റ്റ് ഞാനെടുത്ത് മാഗ്നേറ്റ് ചെയ്ത് വെച്ചു, എയർ ഫ്രയറിലിട്ടു അതും. പിന്നെ അപ്പോഴേക്ക് നമ്മുടെ അപ്പോഴേക്കും ഞാൻ കദ്ദു വെന്തായിരുന്നു, അത് ഞാൻ എടുത്ത് വെച്ചു. വെന്ത പരിപ്പ് ഞാനതിനെ സ്മാഷ് ചെയ്ത് വെച്ചു. പിന്നെ എന്താ പറയുക, ചിക്കൻ ഞാനതിലിട്ടു എയർ ഫ്രയറിൽ. അതിനുശേഷം പിന്നെ ഞാൻ ഇച്ചിരി ചോറ്, ബഗാർ ചാവൽ എന്ന് പറയും നമ്മുടെ മഹാരാഷ്ട്രയിൽ. അപ്പം അതുണ്ടാക്കാൻ വേണ്ടി ചെറിയ കുക്കറിൽ, ദാലുണ്ടാക്കിയ കുക്കറിൽ തന്നെ ഞാൻ ഇച്ചിരി എണ്ണ ഇട്ടു, തക്കാളി ഇട്ടു. പിന്നെ അതിനുശേഷം മല്ലിയിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ഇട്ടു. അതിനുശേഷം പിന്നെ അരി ഇട്ട് അതിനെ നന്നായിട്ട് ഇളക്കുക കുറച്ച് എണ്ണയിൽ. അതിനുശേഷം പിന്നെ വെള്ളം ഒഴിച്ച് അതിനെയും അടുപ്പിട്ട് 2 സിറ്റി എടുക്കുക, അത്രേ വേണ്ടുള്ളൂ. അതിനിടയിൽ എനിക്ക് ബീഫ് നോക്കണമായിരുന്നു, വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിൽ ഞാൻ ഇച്ചിരി സ്പൈസസ് ഒക്കെ ഇട്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഈ എന്താ പറയുക, കദ്ദു പരിപ്പ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തു ജസ്റ്റ് ഒന്ന് തിളപ്പിക്കുക, റെഡി. അപ്പം ചിക്കൻ ഇവിടെ റെഡിയാണ്, ബ്രസ്റ്റ്. പിന്നെ ദാൽച്ചയും റെഡിയാണ്. സോ എല്ലാവരും എടുത്ത് കഴിച്ചു. ചൂടോടെ റൈസ് ഇതാണ് കേട്ടോ, റൈസ് ഇങ്ങനെ വരും, ബഗാർ ചാവൽ എന്ന് പറയും അതിന്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്നു കഴിച്ചു. ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ബ്ലോഗ് കാണാം. ബൈ.